ഇവളുടെ മാനവും വീട്ടുകാരുടെ അഭിമാനവും, വിവാഹത്തിന് വീട്ടുകാർ കരുതി വെച്ച 5 പവൻ സ്വർണവും എല്ലാം ഇഷ്ടപ്പെട്ട വിവാഹം കഴിക്കാൻ പോകുന്നവന് നൽകി. എന്തായാലും ഇതെല്ലാം അവൻ അവകാശപ്പെട്ടതല്ലേ എന്ന് കരുതി ഈ പാവം. പക്ഷേ ഇവൻ അത് അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റ് മുന്നിൽ ഇന്ന് തന്നെ ഹാജരാക്കണം. വിവാഹ തട്ടിപ്പ്, പീഡനം, അതുപോലെ വിശ്വാസവഞ്ചന, അങ്ങനെ 8-10 വർഷം ജയിലിൽ കിടക്കാനുള്ള വകുപ്പ് ഞാൻ ഉണ്ടാക്കി തരാം. മാഡം പറഞ്ഞാൽ മതി. എന്തു പറയുന്നു സച്ചിദാനന്ദൻ? നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമല്ലോ. ഇവന് പണമൊന്നും കൊടുത്തിട്ടില്ലല്ലോ? ഇല്ല, താലുകെട്ട് കഴിഞ്ഞ് കൊടുക്കാന്ന് വെച്ചിരിക്കായിരുന്നു. അതെങ്കിലും ഓർത്ത് ചെയ്തല്ലോ സംഘാടകര്. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കാതെ തട്ടിപ്പുകാരെയും കള്ളന്മാരെയും ഒക്കെ സഹായിക്കുന്നത് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ തന്നെയാ. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുമ്പോ കൃത്യമായി അന്വേഷിച്ച് ബോധ്യം വരുത്തിയിട്ടേ ചെയ്യാവൂ. ശരി മാഡം. ഇല്ലെങ്കിൽ ഇതുപോലെ താലികെട്ട് ചടങ്ങ് നടക്കുന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടി വരും. നടക്കടാ. അയ്യോ മാഡം, ചതിക്കരുത്, രക്ഷിക്കണം. എന്റെ പ്രായത്തിന്റെ പക്വത ഇല്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയതാ. എനിക്ക് നന്നാവാനൊരു അവസരം തരണം പ്ലീസ് മാഡം.